തലങ്ങും വിലങ്ങുമായി മാരത്തൺ ചർച്ച നടത്തിയ ശേഷം ഭാഗിക സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ പൊട്ടിത്തെറിയുടെ വക്കീൽ കോൺഗ്രസ് ആണ്. പൊട്ടിത്തെറിച്ചിട്ടില്ല, പൊട്ടിത്തെറിയുടെ വക്കീൽ കോൺഗ്രസ് ആണ്. നേരെ മറിച്ച് ഈ പറയുന്നവരുടെ പാർട്ടി കണ്ണൂരിൽ പൊട്ടിത്തെറിച്ചു, പാലക്കാട് പൊട്ടിത്തെറിച്ചു, ആലപ്പുഴയിൽ പൊട്ടിത്തെറിച്ചു, പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പൊട്ടിത്തെറികളോട് പൊട്ടിത്തെറികളാണ്. അവരാണ് പറയുന്നത് കോൺഗ്രസ് ഇതാ പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ തമാശ. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് 48 മണിക്കൂറിനുള്ളിൽ, അതായത് 2 ദിവസത്തിനുള്ളിൽ കോൺഗ്രസിനാകെ 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് ദേശാഭിമാനി രോഷം കൊള്ളുന്നത്. ഞാൻ ഈ സഖാക്കളോട് ഒരു ഒരൊറ്റ ചോദ്യം, അതായത് ഇതിന്റെ മുമ്പ് ഏതെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നല്ല ഉദ്ദേശിച്ചത്, അതല്ലാത്ത ഇതുപോലുള്ള ഈ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പില് കോൺഗ്രസ് ഇന്നേ വരെ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് 48 മണിക്കൂറിനുള്ളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെ വളരെ സമാധാനത്തോടെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കോൺഗ്രസിന് പറ്റില്ലെന്നേ. കോൺഗ്രസ് CPM മാതിരിയുള്ള ഒരു പാർട്ടിയല്ല. കോൺഗ്രസിന് 100,000 അഭിപ്രായങ്ങളുണ്ടാവും, 100,000 നേതാക്കന്മാരുണ്ട്, അവർക്ക് 100,000 അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു സീറ്റിനൊക്കെ വേണ്ടിയിട്ട്, ഒരു സീറ്റിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ താല്പര്യം പ്രകടിപ്പിക്കും. അവർക്ക് ആ നേതാക്കന്മാർക്ക് അവർക്ക് എന്താ പറയാ, അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടാകും, അവരെ സംരക്ഷിക്കണം. ഇതൊക്കെ കോൺഗ്രസിൽ സ്വാഭാവികമാണെന്നേ. ഇവരുടെ വർത്താനം കേട്ടായിരിക്കും ഇതെന്തോ 48 മണിക്കൂറിനുള്ളിൽ ആകെ 55 പേരെ തന്നെ പ്രഖ്യാപിച്ചില്ലേ എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇത്തവണ കോൺഗ്രസ് വളരെ ശാന്തമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നില്ല. 48 മണിക്കൂറിനുള്ളിൽ 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ വളരെ സേഫാണ് കോൺഗ്രസിന്റെ സ്ഥിതി. എന്റെ സുഹൃത്തായ ബി.വി. പവനൻ എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരിൽ ഏറ്റവും പ്രമുഖനായ സീനിയർ ജേർണലിസ്റ്റായ ബി.വി. പവനൻ തിരുവനന്തപുരത്താണുള്ളത്. പവനന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, കാരണം പവനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ആലപ്പുഴ കേരളമതിയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് പവനും ഞാനൊക്കെ ഒരുമിച്ചാണ് ആലപ്പുഴയിൽ ജോലി ചെയ്തിരുന്നത്. ആ രാജീവ് ഗാന്ധി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കാലത്തൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ ഈ പവനൻ ആ കാലം മുതൽ തന്നെ രാഷ്ട്രീയ ലേഖകനായിരുന്നു. കേരളമതിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ ലേഖകനായിരുന്നു ബി.വി. പവനൻ. അപ്പൊ ബി.വി. പവനൻ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, ആ പോസ്റ്റ് എന്താണെന്നറിയോ? അതാണ് യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളോട് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് കേട്ടോ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഒരു ദിവസം വൈകി പുറത്തു വന്നപ്പോഴുള്ള ന്യൂസ് ചാനലുകളുടെ കോലാഹലം കണ്ടപ്പോൾ ചിരിച്ചുപോയി. മറ്റൊന്ന്, ഞാൻ നിങ്ങൾക്ക് ദേശാഭിമാനി അതിന്റെ എക്സ്ട്രീം ലെവലിൽ കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ദേശാഭിമാനി മെയിൻ സ്റ്റോറി ഒക്കെ അടിച്ചും കണ്ട് ഇങ്ങനെ പതപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചതാണ്. എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും ഒരു പരിധിവരെ ഈ രീതിയിലൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ ദേശാഭിമാനി ഒന്നും കൂടി കടത്തി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് പവനം പറയുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഒരു ദിവസം വൈകി പുറത്തു വന്നപ്പോഴുള്ള ന്യൂസ് ചാനലുകളുടെ കോലാഹലം കണ്ടപ്പോൾ ചിരിച്ചുപോയി. എനിക്ക് മാത്രമല്ല, രാഷ്ട്രീയം അറിയാവുന്ന ആർക്കും ചിരി വരും. കാരണം ഇത് വല്ലതുമാണോ സാധാരണ കോൺഗ്രസിന്റെ സീറ്റ് ചർച്ച? അവന് ചോദിക്കാണ്, ഇതൊക്കെയാണോ കോൺഗ്രസിന്റെ സീറ്റ് ചർച്ച? കെ കരുണാകരനും AK ആന്റണിയും നിറഞ്ഞാടിയ കാലഘട്ടം മറന്നുപോയോ? അന്ന് രാത്രി വെളുക്കോളമായിരുന്നു ചർച്ച. എങ്കിലും ഒരിടത്തും എത്താറില്ല. സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ഡൽഹിയിലേക്ക് ആഘോഷപൂർവ്വം ഒരു യാത്രയുണ്ട്. എന്നിട്ട് അതേ വേഗത്തിൽ തിരിച്ചു വരും. വീണ്ടും ഇവിടെ ചർച്ച, വീണ്ടും ഡൽഹി, വീണ്ടും തിരുവനന്തപുരം. ഒടുവിൽ പത്രിക നൽകേണ്ട അവസാന ദിവസമാകുമ്പോൾ ലീഡർ എല്ലാവരോടും നിരക്കെ പത്രിക നൽകാൻ പറയും. മറുപക്ഷത്ത് ഏക്കാരും അതേപോലെ കൂട്ട പത്രിക നൽകും. പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം വരെ ചർച്ചകളാണ്. കോൺഗ്രസിന്റെ പട്ടിക രൂപപ്പെട്ടിരുന്നത് അങ്ങനെയാണ് കോൺഗ്രസിന്റെ പട്ടിക എല്ലാ കാലത്തും രൂപപ്പെട്ടിരുന്നത്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒന്നുമില്ലെന്ന് തന്നെ പറയണം. ശാന്തം. ആകെ സുധാകരനും അടൂർ പ്രകാശും ഉയർത്തിയ അവകാശവാദം മാത്രമാണ് കുഴപ്പമുണ്ടാക്കിയത്. അത് ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. മിക്കവാറും സുധാകരനും അവിടെ അടൂർ പ്രകാശിനും അവർ ആവശ്യപ്പെട്ട ആ സീറ്റിലേക്ക് മത്സരിക്കാനുള്ള ഒരു വഴി തുറക്കപ്പെടുകയാണ്. അപ്പൊ സുധാകരനും അടൂർ പ്രകാശും ഉയർത്തിയ അവകാശവാദം മാത്രമാണ് കുഴപ്പമുണ്ടാക്കിയത്. അതൊക്കെ സ്വാഭാവികവുമാണ്. കോൺഗ്രസിന്റെ രീതിയാണത്. CPM-ൽ പിണറായി മാത്രം തീരുമാനമെടുത്താൽ മതി. അങ്ങനെയാണ് കേട്ടോ. CPM-ൽ
പിണറായി മാത്രം തീരുമാനമെടുത്താൽ മതി. ഒരു മറ്റേ കമ്മിറ്റി, ആ കമ്മിറ്റി, ഈ കമ്മിറ്റി, ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും. അത് കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റി തീരുമാനിക്കും. ജില്ലാ കമ്മിറ്റിയുടെ ലിസ്റ്റ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അയക്കും. സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് വീണ്ടും ജില്ലാ കമ്മിറ്റിയിലേക്ക് അയക്കും. അതുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ്, അത് കഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്, VP എന്നൊക്കെ പറയാണ്ട് ഇവർ കുറെ സാങ്കേതികത പറയും. ഈ സാങ്കേതികത ഒന്നും ഇല്ലാന്നേ. ഇന്നത്തെ CPM എന്ന് പറഞ്ഞാൽ ആരാണ്? പിണറായി. കാരണഭൂതം പറഞ്ഞാൽ അത് തന്നെ. കാരണഭൂതത്തിന്റെ മരുവനും തീരുമാനിക്കും ആരൊക്കെ മത്സരിക്കണം. ശ്യാമള മത്സരിക്കണോ? ശ്യാമള മത്സരിക്കണം എന്ന് കാരണഭൂതം തീരുമാനിച്ചാൽ കാരണഭൂതം തീരുമാനിച്ചു തന്നെ. മരുവൻ മത്സരിക്കണം. മറ്റേ ഷംസീർ വേണ്ട, സ്വരാജ് വേണ്ട, P ജയരാജൻ വേണ്ട. ഇവരല്ല തീരുമാനിക്കുന്നത്. CPM എന്ന് പറഞ്ഞാൽ അതിൽ പിണറായി കഴിഞ്ഞാൽ മരുവൻ കഴിഞ്ഞാൽ പിണറായി കഴിഞ്ഞാൽ മരുവൻ. അത്രയേ ഉള്ളൂ. കോൺഗ്രസിൽ 100,000 നേതാക്കന്മാര്, അത് കഴിഞ്ഞിട്ടുള്ള എന്താ പറയാ രണ്ടാം നിര നേതാക്കന്മാര്, അത് കഴിഞ്ഞ് മൂന്നാം നിര നേതാക്കന്മാര്, 100 കണക്കിന് നേതാക്കന്മാര്, അവരുടെ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ, അഭിലാഷം, ഇതൊക്കെ സ്വാഭാവികമല്ലേന്നേ. എല്ലാ പാർട്ടിയിലും ഇതേമാതിരി പിണറായിമാരുണ്ടാകുമോ? എല്ലാ പാർട്ടിയും ഇതേമാതിരി പൊട്ടന്മാരുടെ പാർട്ടിയാണോ? അടിമകളുടെ പാർട്ടിയാണോ? അല്ലല്ലോ. കോൺഗ്രസ് CPM-ലെ മാതിരി അടിമ പാർട്ടി അല്ലല്ലോ. കോൺഗ്രസ് ജനാധിപത്യ ബോധമുള്ള, പറയേണ്ടത് വെട്ടിത്തുറന്ന് പറയുന്ന, മുഖത്ത് നോക്കി പറയുന്ന, അതിനുവേണ്ടി പോരടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മറ്റേമാതിരി പേടിത്തൂറിയതല്ല. ഏറ്റവും അവസാനമല്ലേ ഇവരൊക്കെ പുറത്തു വരുന്നത്. ഇപ്പൊ TK ഗോവിന്ദനാണെങ്കിലും നമ്മുടെ G സുധാകരൻ സഖാവൊക്കെ എത്ര കാലം മുമ്പ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തുടങ്ങി അവസാനം പുറത്തു വന്നത് ഇപ്പോഴല്ലേ. അതുപോലെയല്ലേ PK ശശി, S രാജേന്ദ്രൻ, V കുഞ്ഞികൃഷ്ണൻ, ഈ TK ഗോവിന്ദൻ, ഇവരൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ടല്ലല്ലോ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇവരെ കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കിയതാണ്. പക്ഷെ അന്ന് ഈ കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള ഒരു തന്റേടം ഉണ്ടായില്ല, ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇവര് കാത്തിരുന്ന് ഒരു പ്രത്യേക, ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് അഴീക്കോട് മാഷ് പണ്ട് പറഞ്ഞ പോലെ ഒട്ടകത്തിന്റെ നട്ടല്ലൊടിയാൻ ഒരു വൈക്കോൽ തുരുമതി എന്നാ പറഞ്ഞത്. ഒരു വൈക്കോൽ തുരുമതി ഒട്ടകത്തിന്റെ നട്ടല് ഒടിയാണെന്ന് പറയുന്നത്. ഒട്ടകത്തിന്റെ നട്ടൽ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശക്തിയുള്ള നട്ടലാണ്. പക്ഷെ അതിന്റെ മേലെ വൈക്കോൽ ഇങ്ങനെ വൈക്കോലിന്റെ ഉണ്ടകൾ കയറ്റി ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? അവസാനം അതിന്റെ മേലെ ഒരു വൈക്കോൽ എന്താ പറയാ വൈക്കോലിന്റെ ഒരു ചെറിയ ഒരു വൈക്കോലിന്റെ കഷ്ണം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒടിഞ്ഞു പോകും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ സഹനങ്ങളുടെ അപ്പുറത്ത് എത്തി നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ പൊട്ടിത്തെറിക്കുന്നത്, ഇവരൊക്കെ പാർട്ടി വിടുന്നത്. കോൺഗ്രസിൽ തന്നെ പൊട്ടിത്തെറികൾ വളരെ സ്വാഭാവികമാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ പവനൻ നമ്മളോട് പറയുന്നു. എന്നിട്ട് പറയാണ് അതൊക്കെ കോൺഗ്രസിന്റെ രീതിയാണ്. CPM-ൽ പിണറായി മാത്രം തീരുമാനമെടുത്താൽ മതി, വേറെ തർക്കം ഉണ്ടാവില്ല. കോൺഗ്രസിൽ പക്ഷെ എല്ലാവരും പിണറായിമാരാണ്. അതാണ് കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും തീരുമാനമെടുക്കും, വാദിക്കും, വടം വലിക്കും, ഒടുവിൽ റബലുകളും ഉണ്ടാവും. സാധാരണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ പ്രകടനവും കോലം കത്തിക്കലും ഒക്കെ പതിവുണ്ട്. അതുകൊണ്ട് മുമ്പൊക്കെ കോലം കത്തിക്കല്, പക്ഷെ കോലൊന്നും കത്തിച്ചിട്ടില്ലാന്ന് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കോൺഗ്രസ് വളരെ വളരെ കോൺഫിഡൻസിലാണ്, വളരെ ആത്മവിശ്വാസത്തിലാണ്. അവര് 100, 110 ചിലപ്പോൾ 120, 130 സീറ്റ് വരെ തങ്ങൾക്ക് കിട്ടിയേക്കും എന്നുള്ള രീതിയാണ്. കാരണം ഇവിടെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇവിടുത്തെ CPM-കാർ സാധാരണ നല്ല CPM-കാർ എന്ന് പറഞ്ഞാൽ പിണറായിസ്റ്റുകൾ അല്ല കേട്ടോ, പിണറായിയുടെ അടിമകളല്ലാത്ത നല്ല CPM-കാർ കാത്തിരിക്കുകയാണ് ഈ പറയുന്ന കാളികൂടി സംഘത്തെ, ഈ പറയുന്ന പിണറായിയുടെ ഗുണ്ടാ സംഘത്തെ, പിണറായിയുടെ ഫാൻസ് അസോസിയേഷനെ കെട്ടുകെട്ടിച്ച് ഈ പാർട്ടിയെ സംശുദ്ധമാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അവരൊരു പക്ഷെ ബലി കൊടുക്കുന്നത് പോലെ ഈ പാർട്ടിയിൽ ഇവരൊക്കെ തോറ്റു തുലയട്ടെ. വീണ ജോർജ് ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ഏറ്റവും പരാജയമാണ് എന്ന് കേരളത്തിലെ ജനങ്ങളാകെ വിധി എഴുതിയ വീണ ജോർജ് വരെ മത്സരിക്കുന്നു. ആര് ഏത് പാർട്ടിക്കാരാ വോട്ട് ചെയ്യുക? അപ്പോഴാണ് അവരും ചോദിക്കുന്നത്, ഇതൊക്കെ സാധാരണയാണ് കോൺഗ്രസിൽ. എല്ലാവരും തീരുമാനമെടുക്കും, വാദിക്കും, വടം വലിക്കും, ഒടുവിൽ റിബലുകൾ ഉണ്ടാകും. സാധാരണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ പ്രകടനവും കോലം കത്തിക്കലും ഒക്കെ പതിവുണ്ട്. ഇത്തവണ അത് ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് പറയാം, കോൺഗ്രസിന്റെ പുറത്തു വന്ന പട്ടിക നല്ലതാണ്. ഈ 55 പേരുടെ ആ പട്ടികയുണ്ടല്ലോ, അത് വളരെ നല്ലതാണ് എന്ന് കോൺഗ്രസിന് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ യുവാക്കൾ ഒരുപാടുണ്ട്. അങ്ങനെ UDF പക്ഷത്ത് ഇതുവരെ പുറത്തു വന്ന സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറഞ്ഞാൽ വളരെ മുൻകാലങ്ങളൊക്കെ അപേക്ഷിച്ച് വളരെ മികവുറ്റ സ്ഥാനാർത്ഥികളാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതാ പറയുന്നത്, കോൺഗ്രസിന്റെ പുറത്തു വന്ന പട്ടിക നല്ലതാണ്. പുതിയ ഒരു നേതൃനിര ഉരുത്തിരിയുന്നു എന്നാ പറഞ്ഞത്. അത് ശ്രദ്ധിക്കാതെ പോകരുത്. ദേശാഭിമാനി പിന്നെ ഈ സതീശൻ പറഞ്ഞ പോലെ 24 മണിക്കൂറിനകം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു പറഞ്ഞിട്ട് 24 മണിക്കൂറിനകം പ്രഖ്യാപിച്ചാലും ഇവർ ചിലപ്പോൾ പറയും ഈ 24 മണിക്കൂർ കഴിഞ്ഞു പോയിട്ടോ, 24 മണിക്കൂറായി, അതുകൊണ്ട് നിങ്ങൾ ആകെ പ്രശ്നത്തിലാണ് എന്ന് പറയും. ഞങ്ങളിവിടെ കത്തി തീർന്നാലും
ആ ചാരത്തിന്റെ ഉള്ളിൽ കടന്നുകാണ്ട് ഇവർ പറയില്ല ഞങ്ങൾ കത്തിയിട്ടില്ല എന്ന് പറയും. ഇതാണ് CPM. അപ്പൊ അതാണ് ഇന്നത്തെ ഇവരുടെ ഈ പറയുന്ന വെട്ടിപ്പിളറാൻ കോൺഗ്രസ്, ലീഗിലും പൊട്ടിത്തെറി. ആകെ ഉള്ളിലേക്ക് കിടന്ന പിന്നെ പൊട്ടിത്തെറികളോട് പൊട്ടിത്തെറികൾ. ലീഗുകാർ തോൽപ്പിച്ച റസാഖ് കുന്നമംഗലത്ത്. TK ഗോവിന്ദന് അധികാരഭ്രമം. TK ഗോവിന്ദനെ അധികാരഭ്രമം. കാരണഭൂതത്തിന് അധികാരഭ്രമല്ല. കാരണഭൂതത്തിന്റെ മരോനും അധികാരഭ്രമല്ല. വീണ ജോർജിനും അധികാരഭ്രമല്ല. ശ്യാമളക്കും ഗോവിന്ദനും, ഏത് ഗോവിന്ദൻ? അപ്പം ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളക്കും അധികാരഭ്രമമില്ല. അധികാരഭ്രമം ആർക്കുള്ളൂ? TK ഗോവിന്ദനെ അധികാരഭ്രമമുള്ളൂ പറയുന്നത്. നേരത്തെ പറയില്ല, G സുധാകരൻ അധികാരഭ്രമാണെന്ന് പറഞ്ഞ പോലെ TK ഗോവിന്ദന് അധികാരഭ്രമം. അർഹിക്കുന്നതിൽ കൂടുതൽ പദവികൾ നൽകി. TK ഗോവിന്ദന്റേത് നീചമായ ആരോപണം എന്നൊക്കെയാ പറയുന്നത്. നീചമായ ആരോപണം. ബേപ്പൂരിന്റെ ഹൃദയം കവർന്ന് റിയാസ്. ആവേശത്തിരയിൽ റോഡ് ഷോ. റിയാസിന്റെ രണ്ട് വലിയ വാർത്തകളാണ്. റിയാസിനൊന്നും അധികാരമോഹമില്ലല്ലോ. അധികാരമോഹം ആർക്കുള്ളൂ? CPM-ന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നാൽ അവർക്കൊക്കെ അധികാരമോഹമാണ്. എല്ലാവർക്കും അധികാരമോഹം. ഇതിന്റെ ഉള്ളിൽ കടന്നും എല്ലാ കോപ്രായങ്ങളും കളിക്കുന്ന ആൾക്കാർക്കൊന്നും അധികാര മോഹമൊന്നുമില്ല. റിയാസിന്റെ കരച്ചിൽ തീർന്നോന്ന് അറിയില്ല കേട്ടോ. എന്നെ വിളിച്ചില്ല എന്തിന്? മറ്റേ ദേശീയപാത ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചില്ല കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നറിയില്ല. ഏതായാലും നാടുനീളെ നടന്ന് വോട്ട് തണ്ടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം കോൺഗ്രസിനെ CPM-കാരെ നിങ്ങളെ കാര്യം നോക്കി. നിങ്ങളെ കാര്യം നോക്കി. കോൺഗ്രസ്സുകാര് അവര് സാധാരണ പോലെ അവരിങ്ങനെ അത്യാവശ്യം അടിയും പിടിയൊക്കെ കൂടി അവസാനം അവര് എന്ത് ചെയ്യും? സ്ഥാനാർത്ഥികളെ ഒക്കെ തീരുമാനിക്കും. അവരടിച്ചോട്ടെ, പൊട്ടിത്തെറിച്ചോട്ടെ, എന്ത് പണ്ടാറെങ്കിലും ആയിക്കോട്ടെ. ഇവിടത്തെ സാധാരണക്കാരെ കാത്തിരിക്കുന്ന എന്താണെന്നറിയോ? നിരയായി നിന്നിട്ട് നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്യാൻ. അതിൽ കുറെ വോട്ട് കോൺഗ്രസിന് വീഴും, കുറെ BJP-ക്കും വീഴും കേട്ടോ. അതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വീഴുന്നതെന്ന് വെച്ചാൽ അവർ ജയിക്കും. അതല്ലാതെ CPM-മാര് മൂന്നാം തവണ. ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്തതിന് തൊട്ട് മുമ്പ് കൈരളിയില് ഗോവിന്ദൻ മാഷ് ഇങ്ങനെ കഴിഞ്ഞ കുറെ സമയമായിട്ട് ഗോവിന്ദൻ മാഷ് ഇങ്ങനെ എന്താ പറയാ, ഗോവിന്ദൻ മാഷിന്റെ വിടലാണ്. അപ്പത്തിന്റെ കഥയൊക്കെ മുപ്പരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൈരളി TV-യിൽ. അതായത് ദേശീയപാതക്ക് ഞങ്ങൾ മാത്രമേ പൈസ കൊടുത്തിട്ടുള്ളൂ. എന്തിനാ മാഷേ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ്? മാഷ വിചാരം എന്താണെന്നറിയോ? മാഷ് പ്രസംഗിക്കുമ്പോ ഇത് കേൾക്കുന്ന ആൾക്കാർ മുഴുവൻ കൈരളി മാത്രം കാണുന്ന പൊട്ടന്മാരാണെന്നാണ് മാഷ് എന്ന് പറയുന്ന ഈ വലിയ പൊട്ടന്റെ വിചാരം. വലിയ പൊട്ടൻ വിചാരിക്കും ഈ കേൾക്കുന്ന ആൾക്കാർ മുഴുവനും ഇന്നെ പോലെ പൊട്ടന്മാരാണെന്ന് വിചാരിക്കുന്നു. പൊട്ടന്മാരല്ലാത്ത അടിമകളല്ലാത്ത ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ അപ്പം ഗോവിന്ദനും അറിയില്ല, ഈ പറയുന്ന പൊട്ടന്മാർക്കും അറിയില്ല. അതാണ് ഇവരുടെ ഒരു ദുര്യോഗം എന്ന് പറയുന്നത്. ഇന്നത്തെ ദേശാഭിമാനിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് വെട്ടിപ്പിളറാൻ കോൺഗ്രസ് എന്നാണ്. വെട്ടിപ്പിളറാൻ കോൺഗ്രസ് ഇതാ വെട്ടിപ്പിളറാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് തീരാ തർക്കത്തിനിടെ 55 സീറ്റ് മാത്രം. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഈ 3 ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം 55 സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഏതാണ്ട് അത്ര കൂടി സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബാക്കി കിടക്കുന്നു. അതാണ് വെട്ടിപ്പിളറാൻ കോൺഗ്രസ് എന്ന തരത്തിൽ ദേശാഭിമാനി അവതരിപ്പിക്കുന്നത്. അല്ല, ദേശാഭിമാനിക്ക് അങ്ങനെ പറയാം. അതേ സമയത്ത് നമുക്കൊക്കെ അറിയാം ഇന്ന് കോൺഗ്രസിനേക്കാളും ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നത് CPM ആണ്. എന്താണ് ഒന്നായി തുടരാം എന്നൊക്കെ ഇവർ പറഞ്ഞിട്ട് ഒരൊന്നാവലും ഇല്ല. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും ശക്തമായ അവരുടെ കോട്ടകളാണ് ഒന്ന് കണ്ണൂര്, മറ്റൊന്ന് പാലക്കാട്, അല്ലേ? കണ്ണൂരും പാലക്കാടും മറ്റൊന്ന് ആലപ്പുഴ. ഈ 3 ജില്ലകളിൽ തന്നെയെങ്കിലും അവരുടെ കോട്ടകളാಗಿ ഇളകുകയാണ്. കണ്ണൂരിലെ കാര്യങ്ങള്, അല്ലെ? കണ്ണൂരിലെ നമ്മളെ കുഞ്ഞികൃഷ്ണൻ സഖാവ് തുടങ്ങിയ ആ കാര്യം മുതൽ പയ്യന്നൂരിൽ TI മധുസൂദൻ എന്ന് പറയുന്ന രക്തസാക്ഷി ഫണ്ട് മുക്കിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ കുഞ്ഞികൃഷ്ണൻ സഖാവ് അവിടെ മത്സരിക്കുന്നു. കണ്ണൂരിൽ ഇതാ TK ഗോവിന്ദൻ, തളിപ്പറമ്പില് ഈ ശ്യാമളക്കെതിരെ മറ്റേ ഗോവിന്ദന്റെ, ഏത് ഗോവിന്ദന്റെ? അപ്പം ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളക്കെതിരെ, ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ
അത് മാത്രമല്ല ആ പാർട്ടിക്കുള്ളിലെ എല്ലാ നെറികേടുകളും വിളിച്ചു പറഞ്ഞുകൊണ്ട് ടി കെ ഗോവിന്ദൻ മത്സരത്തിനിറങ്ങുന്നു. ആലപ്പുഴയിൽ ജി സുധാകരൻ, പാലക്കാട് പി കെ ശശി. ഇങ്ങനെ ഇത് മുൻകാലങ്ങളിൽ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. കൂട്ടത്തോടെ ഒഴുകി പോകുകയാണ് CPM-ൽ നിന്ന്. CPM ആകെ ഇളകുകയാണ്, വിറയ്ക്കുകയാണ്. പക്ഷെ ഇതൊന്നും പുറത്തു കാണിക്കാതെ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ്. അതാണ് ഇതിന്റെ തമാശ. നമുക്കറിയാം ഏത് കാലത്താണ് കോൺഗ്രസ്സിൽ ഇങ്ങനെ ഈ രീതിയിലുള്ള, അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള തർക്കങ്ങളും അത് സംബന്ധിച്ചുള്ള വിവാദങ്ങളും ഒക്കെ ഏത് തിരഞ്ഞെടുപ്പ് കാലത്താണ് ഇല്ലാതിരുന്നത്? ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, തലങ്ങും വിലങ്ങുമായി മാരത്തൺ ചർച്ച നടത്തിയ ശേഷം ഭാഗിക സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ പൊട്ടിത്തെറിയുടെ വക്കീൽ കോൺഗ്രസ് ആണ്. പൊട്ടിത്തെറിച്ചിട്ടില്ല, പൊട്ടിത്തെറിയുടെ വക്കീൽ കോൺഗ്രസ് ആണ്. നേരെ മറിച്ച് ഈ പറയുന്നവരുടെ പാർട്ടി കണ്ണൂരിൽ പൊട്ടിത്തെറിച്ചു, പാലക്കാട് പൊട്ടിത്തെറിച്ചു, ആലപ്പുഴയിൽ പൊട്ടിത്തെറിച്ചു. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പൊട്ടിത്തെറികളാണ്. അവരാണ് പറയുന്നത് കോൺഗ്രസ് ഇതാ പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ തമാശ. എന്നിട്ട് ആദ്യ പട്ടികയിൽ പെടാത്ത കെ സുധാകരൻ MP നിലപാട് വ്യക്തമാക്കാൻ ഡൽഹിയിൽ ബുധനാഴ്ച വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. കണ്ണൂരിലും പേരാവൂരിലും സുധാകരനായി ബോർഡുകൾ ഉയർന്നു. അതൃപ്തി പ്രകടിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഡൽഹിയിലെ ചർച്ചകൾ മുഴുവൻ KC വേണുഗോപാലിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നുള്ളതാണ് പരാതി. സതീശൻ ഉൾപ്പെടെയുള്ളവർ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ അഭിപ്രായം ചോദിക്കാത്തതിൽ ശശി തരൂർ നേതൃത്വത്തെ കടുത്ത അതൃപ്തി അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് വീമ്പിളക്കിയ കോൺഗ്രസ് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും 55 പേരെയേ തീരുമാനിക്കാനായിട്ടുള്ളൂ. അതാണ് ഇപ്പൊ ഇവർ ചൂണ്ടിക്കാട്ടുന്നത്.